വിഷ്ണുട്ടാ എന്താ സന്തോഷം കണ്ടോ? വലിയ വണ്ടിയിൽ പോകുന്ന വിചാരം. വലിയ വണ്ടി തന്നെയാ. അത്താഴ പ്രശ്നക്കാരൻ വിഷ്ണുവിന്റെ വലിയ വണ്ടി. ഇതിന്റെ മഹത്വം അറിയണമെങ്കിലേ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാ മതി. അവർക്കിത് വെറും ഒരു വാഹനം മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാ. ഓടി ഓടി വാ, ഓടി 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 വന്ന് മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. സത്യമേ മോളെ, എന്താ എന്തുറ്റി മോളെ, രണ്ട് ഗുണ്ടുകൾ വന്ന് ഞങ്ങൾ അടിച്ചിട്ടിട്ട് പണമായിട്ട് പോയി. അയ്യോ അച്ഛാ, 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 ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. രാഘവേട്ട, 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 എനിക്ക് രാഘവേട്ട, രാഘവേട്ട. ഓടി 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 വന്നാട്ടെ, പാട്ട് പാടണ പെട്ടി തരാം, താളം കൊട്ടണ ചെണ്ട തരാം. രാഘവേട്ട, മോളെ, ഇതാ സത്യമേ. രാഘവേട്ട, രാഘവേട്ട, മോളെ ഇതൊന്നും പിടിച്ചേ. രാഘവേട്ട, രാഘവേട്ട, എനിക്ക് രാഘവേട്ട, രാഘവേട്ട, അച്ഛാ എനിക്ക് എനിക്ക് രാഘവേട്ട എങ്ങനെയുണ്ട്? നല്ല ശരീരവേദനയാ. ഞാൻ എഴുതുന്ന മരുന്നുകൾ വാങ്ങിക്കൊടുക്കണം. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവര് തള്ളിയിട്ടപ്പോ ശരിക്കും തലയിടിച്ചാ വീണത്. എന്തായാലും ഞാൻ തന്നിരിക്കുന്ന മരുന്നുകൾ കൊടുക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സയ്ക്കായിട്ട് ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. അതിനുള്ള പണവും കണ്ടെത്തിയതാ. പക്ഷേ അപ്പോഴേക്കും അതെങ്ങനെ ഒരു ദുരന്തത്തെ കലാശിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇപ്പൊ തന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യൂ. പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. ആ എന്നാ ശരി. ശരി. ശരി, ഇറങ്ങട്ടെ. ശരി ഡോക്ടർ, വളരെ ഉപകാരം. പെട്ടെന്ന് എത്തിയല്ലേ? ഓക്കെ. ശാലിനി, എന്താ അച്ഛാ? ഈ മോളെ അവരെ പോലീസ് പിടിച്ചാ? അവരാരായാലും നമുക്ക് കണ്ടുപിടിക്കാം അച്ഛാ. പണവും അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ.
SHOയെ വിളിച്ചു വരുത്താം. വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടൂടാ. അമ്മയും കൊണ്ട് പോയൊരു കംപ്ലൈന്റ് കൊടുക്കാം. സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിരിക്കുക. എടാ, ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ അവര് വന്നത്. സുബൈർ പറയട്ടെ, സുബൈർ പറഞ്ഞ ഞങ്ങൾ മാറാന്ന് പറഞ്ഞപ്പോഴാ അവര് ഉപദ്രവം തുടങ്ങിയത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഗുണ്ടകളെ പിടിച്ച് നാട് വിടാൻ പറ്റില്ലല്ലോ. വിഷ്ണുട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം. എന്നെ ഇവിടെ നിർത്തല്ലേ, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവിടുന്ന് പോന്നതാ എല്ലാത്തിനും കാരണം. എടാ മക്കളെ, എന്നെ വീട്ടിൽ കൊണ്ടാക്കടാ. ഉണ്ടാക്കുവോ? ഏ